അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. എന്തൊക്കെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്ന് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്, വഴിയെ വായിക്കുക കേട്ടോ എല്ലാതും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ കുറച്ച് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യും കേട്ടോ ഞാൻ. കാരണം അത്രയും ഇരുന്ന് വർത്താനം പറയല് സ്റ്റാമിന എന്ന് എനിക്കുണ്ട് തോന്നണില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ. മ്യൂസിക്കൊക്കെ നമ്മൾ വീഡിയോയിൽ ഇടുന്നില്ലേ, ആ ഒരു ടൈം സംഭവമൊക്കെ ശരിയാവുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ച ശേഷം നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇന്ന് വലിയ കുക്കിംഗ് ഇല്ല, കാരണം ഇന്നലെ ഞാൻ കറിയും മസാലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് കറി പരിപാടികളൊന്നുമില്ല, വേറെ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്, ഇനി ചായ കുടിക്കട്ടെ. ഹായ് താത്തയുടെ വീഡിയോസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ചായ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. താങ്ക് യു സോ മച്ച്. ഹായ് ജിനിത്ത, ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട്. താൻ്റെ ഇക്കാനെ ഇപ്പോൾ കാണുന്നില്ലല്ലോ വീഡിയോയിൽ. എല്ലാവരും സുഖമല്ലേ ചോദിക്കുന്നുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഹസ്ബൻഡ് നാട്ടിലില്ല കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോയിൽ അധികം കാണാത്തത്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ വരും, ചിലപ്പോൾ നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ കാണിക്കാം. ചെന്നൈയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. നല്ല ചൂടാണ്. ഇന്നലെ നൈറ്റ് നല്ല ഇടിയും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്നാണ് നമുക്ക് ഈ കമൻറ്റ് വന്നിട്ടുള്ളത്. ആ ഒരു മഴയ്ക്ക് ശേഷം അവിടെ വല്ല തണുപ്പും ഫീൽ ചെയ്തോ അതോ ചൂട് വീണ്ടും കൂടിയോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സാധാരണ എല്ലാവരുടെയും ചൂട് കൂടും. നല്ല മഴ പെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഭൂമി ഒന്ന് തണുക്കും, അത്രയും പെയ്യണമല്ലേ. പിന്നെ ഹലോ ജിനിത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിനി വീട്ടിൽ സംസാരിക്കുന്നത് ലൈവ് ഇടാമോ? ഉമ്മയും ഹയാനും സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. ഞാൻ നോക്കട്ടെ. അങ്ങനെ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ ആൾക്കാർക്ക് അത് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനിങ്ങനെ ഓടിച്ചാടി പണിയെടുത്ത് എന്താ പറയുക, ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് വെറുതെ ഇരുന്ന് കത്തിവെച്ച് ഈ ഒരു ടൈപ്പ് വീഡിയോ ആണ് അന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓൺ വോയിസ് വീഡിയോസ് അങ്ങനെ അങ്ങോട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞാൻ എന്തെങ്കിലും ഒരു ദിവസം നോക്കാം കേട്ടോ. അങ്ങനെ ചായ കുടിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം ബാക്ക് സൈഡ് ഒന്ന് അടിച്ചു വരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യം ചെമ്മലുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കുപ്പ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സ് സ്ലീവ് ഷോർട്ട് ആയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. വീഡിയോയിൽ വരുമ്പോൾ ഇടാതെ ഇരുന്നാൽ മതി. എൻ്റെ കഫ്താന് കൈ ഒന്ന് ടൈറ്റ് ചെയ്തു, അപ്പോൾ കൈ പൊക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കൈ ഭയങ്കര കുറവാണ്. പിന്നെ എനിക്ക് മുക്കാൽ കൈ ഡ്രസ്സ് ഇട്ടിട്ട് അത് ശീലമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു ഡ്രസ്സ് ഇങ്ങനെ എന്താ പറയുക, ഉള്ളിൽ സ്ലീവ് ഇല്ലാണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ കുഞ്ഞു സ്ലീവ് വെച്ചിട്ട്. പക്ഷെ ഇവിടെ എനിക്ക് അത് അത്രയ്ക്ക് കംഫർട്ടല്ല കേട്ടോ. പെട്ടെന്ന് കുറേ ആൾക്കാർ കയറി വരും. പിന്നെ റോഡ് സൈഡിലാണ് വീട്. അവിടെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പ്രൈവസി ഉണ്ട് എൻ്റെ വീട്ടിലാവുമ്പോൾ. അപ്പം എനിക്കിവിടെ അങ്ങനെ ഇടാനൊരു ഇതില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. പക്ഷേ ഇനി ചൂട് സമയത്ത് ഞാൻ അങ്ങനെ ഇടൂല എന്ന് ഞാൻ തീരുമാനിച്ചു കേട്ടോ. വീട്ടിലിടുന്ന ഡ്രസ്സ് സ്ലീവില്ലാണ്ട് അല്ലെങ്കിൽ ഹാഫ് സ്ലീവായിട്ടൊക്കെ ഇടുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. പക്ഷേ എനിക്കെന്തോ സെറ്റാവില്ല കേട്ടോ. എനിക്ക് 2 നേരം ചായ വേണം. ഓക്കെ, കുടിച്ചോളൂ, നല്ലതല്ലേ. കഫ്താൻ ലുക്ക് നൈസ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. കുറേ പേര് ചായ ഇഷ്ടം ഹാർട്ട് ഇട്ടിട്ടുണ്ട്. മോരുകറി ഉണ്ടാക്കുമ്പോൾ പിന്നെ അങ്ങനെ തൈര് എന്നോ തൈര് അതിൽക്ക് അടിച്ചൊഴിച്ച് വെള്ളം ചേരുമ്പോൾ അത് മോരാവുമല്ലോ, അങ്ങനെ മതിയില്ലേ. നമുക്ക് മര്യാദക്ക് സംസാരിച്ചുകൂടെയെന്ന്. നമുക്കോ നിനക്ക് എന്നാണോ? ഞാൻ മര്യാദക്ക് തന്നെ സംസാരിക്കുന്നത്. ഡ്രസ്സ് ഭംഗിയുണ്ട്, മഴക്കാലത്ത് യൂസ് ചെയ്യാം ജിനിത്ത എന്ന് പറയുന്നുണ്ട്. അതെ, മഴക്കാലം തണുപ്പ് കാലം, ഈ ചൂട് കാലത്ത് എന്തായാലും പറ്റൂല, അല്ലാത്ത സമയത്തൊക്കെ പറ്റും. എൻ്റെ വീട് മലപ്പുറം എടപ്പാളാണ്. ഓക്കെ. മീ ഡ്രിങ്കിങ് വാം വാട്ടർ വിത്തൗട്ട് ടീത്ത് ബ്രഷിങ് എവറി ഡേ മോർണിംഗ് എന്ന് പറയുന്നുണ്ട്. നല്ലതാണ് കേട്ടോ അങ്ങനെ വെള്ളം കുടിക്കുന്നത്. നമ്മുടെ ഡൈജഷൻ പ്രശ്നങ്ങൾ അതിനൊക്കെ നല്ലതാണെന്ന് പറയാനായിട്ടുണ്ട്. ഇന്നലെ പിന്നെ ഞാനൊരു എന്താ പറയുക, ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, ഇഷ്ടമായോന്ന്. ഇതാരാ ആ കുട്ടീന്ന്? ആ കുട്ടി ഞാനാണെന്ന് പറഞ്ഞിട്ടാണ് ChatGPT എനിക്ക് അയച്ചു തന്നത്. പക്ഷേ കുട്ടിക്കാലത്ത് ഞാൻ അങ്ങനെ ആയിരുന്നില്ല. പല്ലൊക്കെ പൊന്തി, വായി നിറയെ പല്ലായിട്ട് 2 ഭാഗം കെട്ടി, മുഖത്ത് 2 ഉണ്ടക്കണ്ണും വെച്ച് ഫുള്ള് സ്മൈൽ ചെയ്താൽ ഫുള്ള് പല്ല് പുറത്ത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ല
പക്ഷെ ആ ഒരു ചിരിക്കുണ്ടല്ലോ, എൻ്റെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ, അത് ഞാൻ ഗ്യാലറിയിൽ നിന്ന് തപ്പിയെടുക്കണം. എനിക്ക് ആ ഒരു സ്മൈല് കണ്ടിട്ട് ഞാൻ എന്താ പറയുക, ആഫ്റ്റർ 10th 11th ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചിരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും ഹാപ്പി, ഫുൾ വോൾട്ടേജിൽ ചിരി എന്ന് പറയില്ല, അങ്ങനെ ഒരു ചിരി. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ആശ്വാസമായിരുന്നു എന്നറിയോ. അത് ഞാൻ എൻ്റെ ഗ്യാലറിയിൽ എവിടെയോ ഉണ്ടായിരുന്നു. ഇനി എനിക്ക് തപ്പിയിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൽ വെക്കാം കേട്ടോ. അതിൽ എന്നെ പ്രത്യേകം മനസ്സിലാവും എല്ലാവർക്കും. പിന്നെ എന്താണ്, ഹായ് ജിനിത്ത, മലപ്പുറം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെന്ന്. അയ്യോ, അതെന്തിൻ്റെ ആൻസറാണ്, എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കുറേ പേര് വീഡിയോ ഇഷ്ടമാണ്. പിന്നെ FBയിൽ നമുക്ക് ഒരു കുട്ടി പരാതി പറഞ്ഞിട്ടുണ്ട്, ജിനിത്ത കമൻറ്റ് വായിക്കാത്തതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ഇടാത്തതെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കമൻറ്റ് വായിക്കൂട്ടോ. ഹരിത അല്ലേ, ഹരിത എന്നല്ലേ പേരുണ്ടായിരുന്നത്. ഞാൻ നോക്കട്ടെ കേട്ടോ. കുറേ ഹാർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഹരിത ബിനു, സൂപ്പർ വീഡിയോ ഇത്ത, അടിപൊളി ലഞ്ച്, കൊതി വന്നു ഇത്ത, ചൂടിൽ ഈ ഡ്രസ്സ് എങ്ങനെ ഇട്ട് കണ്ടിട്ട് എനിക്ക് ചൂടെടുക്കുന്നു. അതെ, ഇപ്പോൾ എൻ്റെ കമൻറ്റ് വായിക്കാറില്ല. എന്തായാലും ഞാൻ വായിച്ചിട്ടുണ്ട് മോളാണോ സിസ്റ്ററാണോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ എഗ്ഗൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ, അത് തൊടുമ്പോഴത്തേക്കും പൊടിയണു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് ഒരു തട്ടിക്കൂട്ടി എന്തെങ്കിലും ഒരു സ്ക്രാമ്പിൾ പോലെ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നന്നാക്കി എടുക്കുകയാണ്. പിന്നെന്താണ്, സ്നേഹ സുഖമായിട്ടിരിക്കുന്നു പറയുന്നുണ്ട്. നിഷ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറേ ഹാർട്ടും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് നമുക്ക് FB. അപ്പോൾ നമ്മൾ വലിയുള്ളി കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് ചിക്കൻ മസാല ഇട്ട് കുറച്ച് സോസ് ഒഴിച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. എഗ്ഗ് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് സ്ക്രാമ്പിളാക്കി എടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുകയാണ്. മൊത്തത്തിലൊരു ഉപ്മാവിൻ്റെ പരുവത്തിലായിരിക്കും കേട്ടോ ഇത്. കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒരു തട്ടിക്കൂട്ടി സ്നാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അയൻകുട്ടി പിന്നെ ഫിനിഷാക്കി, ഈവനിങ് വിശപ്പായപ്പം ഫിനിഷാക്കി. രാവിലെ ഒന്നും ഫിനിഷായില്ല കേട്ടോ സംഭവം. പിന്നെ ഈവനിങ് ആണ് ഇത് സംഭവം ഫിനിഷായത്. അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. പുതിയ ആപ്പിള പലഹാരം എന്നോ അങ്ങനെ എന്തോ അല്ലേ ഇനി പറയുക. അപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കാം. നെയ്യ് ഉണ്ടായിരുന്നില്ല, സാധാരണ ഓയിലിൽ തന്നെ ഇട്ടിട്ടാണ് ഞാനിവിടെ വഴറ്റി എടുക്കുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഉള്ളത് വെച്ചിട്ട് അങ്ങ് ചെയ്തു. പിന്നെ ഇതൊന്നും ആയ ശേഷം ഇത്തിരി പഞ്ചസാരയും തേങ്ങയും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഏലക്കായും ചേർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒന്ന് സെറ്റാക്കി അവിടെ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ കുറുമ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എഗ്ഗ് ബോയിൽ ചെയ്തതൊന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ചപ്പാത്തി ബാക്കിയുണ്ട്. പിന്നെ ഒരു 2-3 ദോശ ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മൊത്തത്തിലൊരു തട്ടിക്കൂട്ട് പ്ലാനിങ് ഒക്കെ ആയിരുന്നു. ടേബിളൊക്കെ അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു, മുളക് ചമ്മന്തി. അങ്ങനെ നമ്മളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റി ഇനി അത് കഴിക്കുമ്പോൾ എല്ലാവരും ലാസ്റ്റ് ഇച്ചിരി എടുത്ത് കഴിക്കും, അങ്ങനെയുള്ളൂ കേട്ടോ. അപ്പോൾ അതും സെറ്റാക്കി. ഇനി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ചായ എല്ലാം കുടിച്ചൊന്ന് റിലാക്സൊക്കെ ചെയ്യാമല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ഉമ്മ പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വിചാരിച്ചു ഓക്കെ പോവാം കൂടെ. പിന്നെ എനിക്കൊരു മടി കേട്ടോ, പിന്നെ ഞാൻ പോയില്ല. അങ്ങനെ ഇതാ ദോശയും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച ശേഷം ചായ കുടിക്കട്ടെ. പിന്നെ വെള്ളം എഴുന്നേറ്റ് ചായ ഉടനെ ചെറുചൂടിൽ കുടിക്കുന്നു. 6 മാസമായി ചായ ഉപേക്ഷിച്ച്. ഓക്കെ, വല്ലപ്പോഴും ഒക്കെ കുടിക്കും. ഹെൽത്ത് പ്രോബ്ലം വന്നപ്പോൾ എല്ലാം നിർത്തിയെന്ന് പറയുന്നുണ്ട്. എന്ത് ഹെൽത്ത് പ്രോബ്ലം ആണ്? ഞാൻ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് വെള്ളം കുടിക്കും. നല്ലതാണ് മുത്തേ. വേപ്പില കുറേ ഉണ്ടല്ലോ ജിനി. അതെ, എറണാകുളം നല്ല ചൂടാണ്, എല്ലാം അടിയുണ്ട്. കുറച്ച് നമുക്ക് തൈ തരുമോ? സൂപ്പർ വീഡിയോ എന്ന് പറയുന്നുണ്ട്. നിങ്ങളിങ്ങോട്ട് വരികയാണെങ്കിൽ തൈ എടുത്തിട്ട് പോയിക്കോ, പ്രശ്നമൊന്നുമില്ല. ഞാനിത് നോർമൽ മസാലയിലാണ് കേട്ടോ മീനൊന്നും മസാല കൂട്ടിയെടുക്കുന്നത്. കുറേ നാൾക്ക് ശേഷം നമുക്ക് ചെമ്പല്ലി കിട്ടിയതാണ് കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. കുട്ടികൾക്കൊന്നും ഇവിടെ മീനൊന്നും അധികം കിട്ടുന്നില്ല. അപ്പോൾ ഇത് ഫ്രഷ് ആണെന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ മേടിച്ചു. കുഴപ്പമൊന്നുമില്ല, ഫ്രഷ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തു കഴിച്ചപ്പോഴൊക്കെ കേട്ടോ. ഫ്രഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തോട്ടിൽ പിടിച്ചങ്ങോട്ട് എടുത്തുകൊണ്ട് ഇടുന്ന മീനൊന്നുമല്ല. നമ്മുടെ പാലക്കാട് എത്തിയിട്ട് കിട്ടുന്നൊരു ഫ്രഷ് ഉണ്ട്, ആ ഒരു ഫ്രഷ് ആട്ടോ ഉദ്ദേശിക്കുന്നത്. ഇനി എല്ലാവരും കൂടെ എന്നെ പൊങ്കാല ഇടരുത്, കാരണം പാലക്കാട് എന്ത് ഫ്രഷ് മീൻ കിട്ടാനാ എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരുമെന്ന് എനിക്കറിയാം.
അങ്ങനെ ഉമ്മയും റിഹാനുമാണ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ മാങ്ങ കൊണ്ടുവരണം എന്ന് പറയണതിന് മുമ്പേ ഉമ്മ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഉഴുന്നുവട. അപ്പോൾ അത് ഒരെണ്ണം കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയിട്ട് ലഞ്ച് ഉണ്ടാക്കിയിൽ മീൻ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ടേബിളിലൊക്കെ നിരത്തണം. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പോയി കഴിക്കണം. ഈവനിങ്ങും വ്ളോഗ് എടുക്കണം വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഏകദേശം 11:30 ആവാറായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വോയിസ് ഓവർ അങ്ങനെ ഇങ്ങനെയെന്നൊന്നും പറഞ്ഞ് തന്നെ ഒന്നും പറയരുത് പ്ലീസ്. അങ്ങനെ മാങ്ങ ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ മാങ്ങ കേട്ടോ. ഇങ്ങനെ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കണം. ആ ഒരു സോഫ്റ്റ് നാരുകളൊന്നും ഇല്ലാത്ത മാങ്ങ ഉണ്ടാവില്ലേ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഷേക്കൊക്കെ അടിക്കാൻ സൂപ്പറല്ലേ. അങ്ങനെ നമ്മൾ തണ്ണിമത്തനും പൈനാപ്പിളും എല്ലാം അങ്ങനെ ഓരോന്നായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. മീനും ഒരു സൈഡായപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ചോറ് ഒന്നുകൂടി സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മുന്തിരിങ്ങ വെള്ളത്തിലിടുന്നുണ്ട്. പച്ചമുന്തിരി ഉണ്ട്, കറുത്ത മുന്തിരി ഉണ്ട്. ഇനിയിപ്പോൾ ആ വെജിറ്റബിളൊക്കെ കാണുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമാണ്. ഇതിനൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണ്ടേന്ന് ആലോചിക്കുമ്പോൾ ഒരു ഭ്രാന്ത് വരും കേട്ടോ. അങ്ങനെ ഫ്രൂട്ടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വേഗം വെജിറ്റബിളുകൾ സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് നിന്നു. മുരിങ്ങക്കായ ഉണ്ട്, കുമ്പളങ്ങ ഉണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഒരു വറുത്തരച്ച സാമ്പാർ സെറ്റ്. പിന്നെ ചെറിയുള്ളി കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. കഞ്ചിക്കൂടുന്ന വലിയ ചെറിയുള്ളി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു സന്തോഷമാണ് അത് കാണുമ്പോൾ. പിന്നെ ഇതാ നമ്മുടെ ചോറ് തിളപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. തിളപ്പിച്ചല്ല, നമ്മൾ കുക്കറിൽ ഓൾറെഡി വേവിച്ചതാണ്. പിന്നെ രസം ചൂടാക്കാൻ വേണ്ടി വെച്ചു, പരിപ്പിച്ചാറ് വെച്ചു. നമ്മുടെ ഫേവറേറ്റ് തങ്കം കണ്ണിമാങ്ങ അച്ചാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാം കൊണ്ടുപോയി നിരത്തി വെച്ച് ഇനി എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ഉച്ചയ്ക്കൊന്ന് മയങ്ങി. അതൊക്കെയല്ലേ ഒരു സന്തോഷം അല്ലേ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞൊന്ന് ഉച്ചയ്ക്ക് മയങ്ങുമ്പോൾ ഒരു സുഖം. ഇടയ്ക്ക് ഇങ്ങനെ നല്ല ഉറക്കമായിരിക്കും, ഇടയ്ക്ക് ഉറക്കമൊന്നും വരില്ല കേട്ടോ. അങ്ങനെ ഉപ്പേരിയൊക്കെ വിളമ്പി ഞാൻ കുറച്ച് 2-3 റെസിപ്പീസ് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ അവിടെ സോങ് അങ്ങ് ഇട്ട് വിടും. ഞാൻ ഇത്രയും നേരം സോങ് ഇടാണ്ട് പിടിച്ച് നിന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചോറൊക്കെ വിളമ്പിയെടുക്കുകയാണ്. ഇനി എന്താണ് കൂടുതലായിട്ട് പറയാനെന്നുള്ളതും നിങ്ങളും കൂടെ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യൂ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കൂ, എന്നാലല്ലേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. ഇക്ക വരും കേട്ടോ. വന്നിട്ട് ഞാൻ കാണിക്കാം വീഡിയോയിൽ. ചെന്നൈയിലാണിപ്പോൾ. അവിടെ ഒരു ഏരിയ ബിസിനസ് പോലെ നടത്താൻ വേണ്ടി പോയേക്കുവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങൾ ലാസ്റ്റായിട്ട് കുറച്ച് റെസിപ്പികൾ ഇട്ടത് കേട്ടോ. അപ്പോൾ അവർ വട കഴിച്ചതുകൊണ്ട് ഈ ചോറ് ഇങ്ങോട്ട് തന്നെ കുറച്ച് മാറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നൈറ്റിൽ ഈ ചോറ് കൊടുത്ത് ഫിനിഷാക്കിപ്പിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ ആ ചോറ് ബാക്കിയാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാൻ നൈറ്റിൽ ചപ്പാത്തിയൊന്നും ഉണ്ടാക്കിയില്ല. വേഗം കൊണ്ടുപോയിട്ട് 2 കഷ്ണം മീനങ്ങോട് പൊരിച്ചു, പരിപ്പിച്ചാറും ചൂടാക്കി ചോറ് കൊടുത്തപ്പോൾ പെട്ടെന്ന് കഴിച്ചു തീർത്തു രണ്ടുപേരും. അവർക്കിങ്ങനെ ചോറിൻ്റെ കൂടെ പരിപ്പിച്ചാറോ പിന്നെ അതിൻ്റെ കൂടെ ഒരു ചിക്കൻ പൊരിച്ചതോ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അവർ ചോറ് നന്നായി കഴിക്കും കേട്ടോ. ഒരു പ്രശ്നമില്ല. അല്ല ഇത് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഒന്നും കഴിക്കൽ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ അത് ഇനിയൊരു ടാസ്ക് ആക്കണ്ടെന്നും പറഞ്ഞിട്ട് വേഗം പോയിട്ട് മീനൊക്കെ പൊരിച്ചു. ഈവനിങ് ഞാൻ ഒരു ഫിലിം കാണുകയും ചെയ്തു, തായ് കിളവി എന്ന് പറഞ്ഞിട്ട്. രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും സെറ്റാക്കി. ഇനി എന്താണ്, ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ട് കണ്ടോളൂ. കണ്ട ആൾക്കാരാണെങ്കിൽ കാണണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല. കാണാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ഒന്ന് കാണുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. സ്കിപ്പാക്കി പോകണ്ട കേട്ടോ. അപ്പോൾ വരും കംപ്ലീറ്റ്.